വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെന്ന്. പക്ഷേ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിച്ചാലും ഇടയ്ക്കെപ്പോഴത്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ട് കംപ്ലീറ്റ് ആവാറില്ല. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരാൾ ഇറങ്ങാനായിട്ട് നിന്നിട്ട് നേരെ കയറി അങ്ങ് അകത്തോട്ട് പോയി. ഞാൻ കാണിച്ചു തരാം. പിന്നെ നണ്ടേ ഞാൻ ജിമ്മിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഓൾ സെറ്റാണ്, റെഡിയായിട്ട്. പിന്നെ ഈ ഷൂ അല്ല നമ്മൾ ജിമ്മിൽ ഇടുന്നത്. അടങ്ങണ ആരല്ലേ ആണ്ടേ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഇതാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോകാനായിട്ട് ഇറങ്ങാം. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സാധാരണ ആരോമൽ അങ്ങനെ ജിമ്മിൽ വരാറില്ല, അവൻ വൈകുന്നേരമാണ് പോകാറുള്ളത്. പിന്നെ ഒരു കാര്യം, ഞാനും ആരോമലും ഒരു ജിമ്മിലല്ല വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ ഉണ്ണിക്കുട്ടനും ഒരു ജിമ്മിലാണ്, ആരോമൽ വേറെ ജിമ്മിലാണ്. അപ്പം ഇന്ന് ഉണ്ണിക്കുട്ടനില്ല. അപ്പോൾ രാവിലെ അവൻ പോകുന്ന വഴിക്ക് എന്നെ അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ്റെ ജിമ്മിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടാക്കിയിട്ട് ദേ അവൻ നേരെ അവൻ്റെ ജിമ്മിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നേരെ അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ജിമ്മ്. അപ്പം ഞാൻ ഇനി അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. ആരുമില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കയറാം. അങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് ഉണ്ണിക്കുട്ടനില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആൾ ഇന്ന് ലീവാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് സമയം ഫോണൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഫോൺ എടുക്കുന്നത്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ആരോമൽ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചൊരുമിച്ച് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി വേറൊന്നുമില്ല, നേരെ ചെന്ന് ബാഗ് എടുക്കുക, വീട്ടിലേക്ക് പോവാം, അത്രേ ഉള്ളൂ. അങ്ങനെ വേണ്ട, ഞാൻ വീടെത്തിയിട്ടുണ്ട്. വീടെത്തി ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. അതാണ് ഇനി മെയിൻ പരിപാടി. ഞാൻ എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ജിമ്മ് കഴിഞ്ഞ് വന്നു, ഫുഡ് കഴിച്ചു. ഇനി കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ക്ലാസ്സിന് പോകണം. അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പോയി ഫ്രഷായി. ഇനി എന്താ പരിപാടി? ഇനി നേരെ ക്ലാസ്സിലേക്ക് പോകണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. നേരത്തെ ഉച്ച കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോയിട്ട് ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് ഒന്നും കൂടി വീഡിയോ എടുത്തതാണേ. അങ്ങനെ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇനി നേരെ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡിന് സ്പെഷ്യലായിട്ട് മീൻകറി, മീൻ വറുത്തത്, അതുപോലെ തന്നെ പയർ തോരൻ, ചോറ്, പിന്നെ സൈഡിലിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ലാസ്റ്റ് പറഞ്ഞേക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കണ്ടേ, ഇതാണ് സ്പെഷ്യൽ ഡിഷ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് ഞാൻ പറയും, പക്ഷേ അല്ല. ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു അച്ചപ്പമായിരുന്നു കേട്ടോ. അതായത് റാഗിയുടെ ഒരു അച്ചപ്പമാണ്. അത് ഫുള്ളായിട്ട് വായിലിട്ട് കടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന ഞാൻ കുറേശ്ശെ ഒടിച്ച് കഴിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചോറിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിൽ വെച്ചാണ് അതും കുറച്ച് ഇങ്ങനെ കഴിച്ച് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ വെച്ചതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇനിയിപ്പം ട്യൂഷൻ പിള്ളേരും വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ നിന്ന് നിർത്താമെന്ന്. സത്യം പറഞ്ഞാൽ ഒരുപാട് ലെങ്തി അല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ ആ പ്ലാനൊക്കെ മുടങ്ങി. ഞാൻ വൈകുന്നേരം വരെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഒരു മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. പിന്നെ വീട്ടിലിപ്പോൾ കുറച്ച് ഇൻറ്റീരിയൽ വർക്കും പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ലൈവ് വരാത്തത്. എനിക്ക് കുറേ പേരായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അതാണ് കേട്ടോ റീസൺ. ഞാൻ എന്തായാലും ഉടനെ ലൈവൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോസ് എടുക്കാമെന്ന് വരിക്കും. ബൈ.